ക്യാമറ എൻ്റെ കയ്യിൽ കിട്ടിയെന്നുള്ളത്, സ്റ്റിൽ ക്യാമറ എൻ്റെ കയ്യിൽ കിട്ടിയെന്നുള്ളതാണ് ഒരു തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ അത് വെച്ച് നമ്മൾ കണ്ണി കാണുന്നതെല്ലാം അങ്ങനെ ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു, പിന്നെ അന്നേരം നമുക്കൊരു അത്ര സീരിയസ് അല്ല അതായത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ എടുത്തെടുത്ത് വരുമ്പം ഇങ്ങനെ ഒരു സീരിയസ് ഇതിലോട്ട് എങ്ങനെ അന്നേരം നമ്മൾ കൂടുതൽ വാച്ച്ഫുൾ ആവും. നമ്മളെപ്പോഴും പ്രകൃതിയായിട്ടൊക്കെ വാച്ച്ഫുൾ. കൂടുതൽ ആദ്യമൊക്കെ എടുക്കുന്നത് നമ്മൾ മലയും അങ്ങനെയൊക്കെയുള്ള പിന്നെ ബട്ടർഫ്ലൈ അങ്ങനെ പഠിക്കുമ്പോൾ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ ഒരു 10 കഴിഞ്ഞപ്പം ഈ ക്യാമറ എൻ്റെ കയ്യിൽ കിട്ടി. പിന്നെ അതിൽ നിന്നുള്ളൊരു എനിക്ക് തുടക്കം അതാണ്. അതിൽ നിന്നുള്ളൊരു പിന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ, പക്ഷേ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആവുന്നതിന് മുമ്പേ ഞാൻ ട്രൈ ചെയ്തായിരുന്നു, പിന്നെ അസിസ്റ്റൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്തായിരുന്നു. അങ്ങനെ എത്തിച്ചേർന്നത്. പക്ഷെ അങ്ങനെ അത്ര നമ്മളത് തുടങ്ങുന്ന കാലത്ത് ഞാൻ അത്ര സീരിയസ് അല്ലായിരുന്നു. വലിയ സിനിമ, നല്ല സിനിമകൾ കാണുകയോ അങ്ങനൊരു ഇതിൽ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഫോട്ടോഗ്രാഫിയുടെ ഒരു താല്പര്യം കൊണ്ട് ഇങ്ങനെ സിനിമാറ്റോഗ്രാഫർ ആവണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. വീട്ടിൽ ആദ്യമൊക്കെ അച്ഛന് ആയുർവേദ വൈദ്യനാണ്. അന്നേരം അച്ഛന് ആഗ്രഹം എന്നെ വൈദ്യനാക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു എനിക്ക് ഞാൻ 7-8 പഠിക്കുമ്പോൾ എന്നെ സംസ്കൃതം പഠിപ്പിക്കുകയും ആ ഒരു പിന്നെ അന്നേരം സ്വാഭാവികമായിട്ട് അറിയാമല്ലോ ഇതിന് പോകുമ്പം വീട്ടിൽ നിന്നൊരു എതിർപ്പുണ്ട്. പക്ഷേ അവൻ്റെ ആഗ്രഹമാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്നുള്ളൊരു മനോഭാവം അച്ഛനുണ്ട്. പിന്നെ അതൊരു പ്രതീക്ഷിതമില്ലാത്തൊരു അവസ്ഥയിലായി ഞാൻ ഇങ്ങനെ പോയി തുടങ്ങിയപ്പോൾ. അന്ന് നേരത്തെ ഞാൻ തുടങ്ങുമ്പോഴത്ര സീരിയസ് അല്ല. ഞാൻ പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് കൂടെ വന്ന് പിന്നെ പത്മകുമാർ, അരവിന്ദൻ്റെയൊക്കെ ഞാൻ കൂടുതലാദ്യം വർക്ക് ചെയ്തത് ഷാജൻ്റെ കൂടെ ആയതുകൊണ്ട് അങ്ങനെയുള്ള സിനിമകളിലായിരുന്നു. അന്നേരം നമ്മൾ സീരിയസ് ആയിട്ട് പിന്നെ ഇതിനെ ചാലേഞ്ച് തുടങ്ങിയതും അങ്ങനെയുള്ള ഫെസ്റ്റിവലിലൊക്കെ പോയി സിനിമ കണ്ടു തുടങ്ങിയതൊക്കെ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയവരെക്കാട്ടിയൊക്കെ വളരെ കുറച്ച് വെളിയിലുള്ള സിനിമകളെ ഞാൻ കണ്ടിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ നല്ല ഗുരുവിനെ കിട്ടിയെന്നുള്ളതാണ്. ഷാജി എൻ കരുൺ. അതാണ് എനിക്ക് തോന്നുന്നൊരു, ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും കൂടുതലും വന്ന് ഷാജൻ്റെ കൂടെ നിന്നിട്ട്, വേണു ജയനായാലും ഒക്കെ അവർ ഷാജൻ്റെ കൂടെ നിന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുകയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഒത്തിരി സാധ്യതയുണ്ട് കൂടുതൽ സിനിമ കാണാനും പിന്നെ കുറേയൊക്കെ. പക്ഷേ അതില്ലാതെ തന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റിയെന്നുള്ളതൊരു, അത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നത് നല്ലത് തന്നെ തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കിപ്പം ഞാൻ ചിലപ്പോൾ എനിക്ക് കുറേ കൂടെ നേരത്തെ ചിലപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചേനേന്ന് തോന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നെങ്കിൽ. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ലോണം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. ആ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. യഥാർത്ഥത്തിൽ ഞാൻ ഒരു 4 സിനിമയൊക്കെ കഴിഞ്ഞിട്ട് സ്വതന്ത്രമായിട്ട് ക്യാമറമാനായി. അത് പ്രധാനമായിട്ടും അത് രാജീവ് അഞ്ചലാണ്. രാജീവ് അഞ്ചിൻ്റെ ഒരു കുട്ടികളുടെ സിനിമ എടുക്കുന്നു. രാജീവ് അഞ്ച് എൻ്റെ ഒരു നാട്ടുകാരനും ചെറിയ റിലേഷനൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് റിലേഷനില്ല, വൈഫിൻ്റെ റിലേഷനാണ്. അന്നേരം രാജീവ് അഞ്ചലിനെ ഇങ്ങനൊരു രാഷന് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന്. പക്ഷേ എനിക്കൊന്ന് 2-3 വട്ടം കൂടെ കഴിഞ്ഞ് ചിലപ്പോൾ അത്ര ധൈര്യം വരത്തില്ലായിരിക്കും അന്നത്തെ. പക്ഷേ ആദ്യത്തെ ആ സിനിമ ചെറിയ ചെറിയ കുറ്റങ്ങളുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കപ്പെട്ട വർക്കായിരുന്നു എൻ്റെ. തീർച്ചയായിട്ടും അവരൊക്കെ നല്ല നല്ല അപ്രീസിയേഷനായിരുന്നു. അടുത്ത പടം എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും പിന്നെ പത്മകുമാർ അന്ന് തൊട്ട് എൻ്റെ ഒരു ഗുരു പോലെയാണ്. പത്മകുമാർ ഓരോ സിനിമ കണ്ടിട്ടും വിലയിരുത്തി ഇന്ന പോരായ്മകളുണ്ട്, അങ്ങനെയൊക്കെ ഇന്ന പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നമുക്കൊരു യഥാർത്ഥത്തിൽ ഒരു ഗുരുവിനെ പോലായിരുന്നു അദ്ദേഹം. ആദ്യം യഥാർത്ഥത്തിൽ ഒരു സംവിധായകൻ തന്നെ അതിൻ്റെ പ്രധാന, പിന്നെ ബാക്കി എല്ലാവരുടെയും പങ്ക് അതിനകത്ത് വരുന്നുള്ളൂ. സംവിധായകൻ്റെ ഒരു ചിന്തയാണ് സിനിമയെന്ന് പറയുന്നത്. അന്നേരം ക്യാമറാമാനും ആ ചിന്തയുടെ ഒരു ഭാഗമായിട്ട് വരുന്നു. അതൊരു കൂട്ടായ്മ നല്ല ശ്രമം ഉണ്ടെങ്കിൽ നമ്മളൊരു പിന്നെ ഒരു സീനെടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഒരു മൂഡ് എങ്ങനെ വേണം എന്നുള്ള, അതിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് വേണം, അതിനോട്ടുള്ള ലൈറ്റപ്പ് വേണം, അതിന് പറ്റിയ ഫ്രെയിമിങ് വേണം. എല്ലാം കൂടെ ഒന്നെങ്കിലും ഒരു സീൻ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ വരുമ്പം
അത് എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മയാണ് ഒരു നല്ലത്. അത് എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ ഒരു നല്ല പിന്നെ അതിന് പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുന്നു, പിന്നെ എന്തൊക്കെ വേണ്ട ആ ഫ്രെയിമിൽ എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നു, പിന്നെ എത്രത്തോളം ഇതിൻ്റെ ലെങ്ത് വേണമെന്ന് തീരുമാനിക്കുന്നു, എങ്ങനെ ഇതിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾക്ക് നമ്മുടെ മൂഡിനനുസരിച്ച് ഇതിൻ്റെ ക്യാമറ മൂവ് ചെയ്താൽ എങ്ങനെ അത് ആ ഷോട്ട് എൻഹാൻസ് ചെയ്യും, നമ്മുടെ മൂഡിന് എൻഹാൻസ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ അങ്ങനെ നമുക്ക് പറയാൻ ഒക്കത്തില്ല. അപ്പം പിന്നെ നല്ലൊരു പിന്നെ ക്യാമറയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നൊരു സംവിധാനമായി നമുക്കും അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. എനിക്ക് ഉദാഹരണം പറഞ്ഞ സംഭാവന എന്ന സിനിമയെന്ന് പറഞ്ഞാൽ പത്മകുമാർ ചെയ്തപ്പം ആർട്ട് ഡയറക്ടറും കൂടെ അന്നേരം അതിനെക്കുറിച്ച് കൂടുതൽ നോളജ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിനുള്ള സമയം തരികയും പിന്നെ അഭിപ്രായം പറഞ്ഞ് ഇങ്ങനെ അത് കൊള്ളാമെന്ന് പറയും. പിന്നെ ബയോസ്കോപ്പ് എന്ന് പറഞ്ഞ സിനിമ അത് പിന്നെ ആർട്ടിസ്റ്റാണ്. അന്നേരം ആ രീതിയിൽ അതിൻ്റെ പെർസ്പെക്റ്റീവ് എല്ലാം നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ കൊള്ളാം, ഇങ്ങനെ വേണം എന്നുള്ള അഭിപ്രായം പറഞ്ഞു. അന്നേരം ആ വർക്ക് അന്നേരം ബെറ്റർ ആവുന്നുണ്ട്. അന്നേരം സംവിധായകന് ഒരു നോളജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് തന്നെ. തീർച്ചയായിട്ടും കൂട്ടായ്മ എല്ലാ ഘടകവും കൂടെ ഒത്തുചേർന്നെങ്കിൽ നല്ലൊരു സിനിമ വരും. അതിപ്പം പിന്നെ ഇപ്പം നമ്മുടെ മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം പലരും മൊത്തം പഠിക്കാതെയൊക്കെയാണ് സിനിമ എടുക്കാൻ തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് പുതുമുഖ സംവിധായകരോട് കുറേ പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ പ്ലാനിങ്ങും കൊണ്ടുവരുന്നുണ്ട്. അന്നേരം പിന്നെ ചെല്ലാന്നെങ്കിൽ ഇത് പിന്നെ 2-3 പടം എടുത്തു കഴിഞ്ഞാലും ഇത് പഠിക്കാത്തവരുണ്ട്. ആദ്യം ഒരു 2 ദിവസം കൊണ്ട് ഇത് പഠിക്കുന്നുണ്ട്. അതും സംവിധായകൻ്റെ അവരുടെ ഒരു ഇതുപോലെ ഇരിക്കും.